പൊതുവിൽ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളും പ്രതിബിംബങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഈ രാജ്യം വലിയൊരു ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രം, അതിൻ്റെ ഭരണഘടന, അതെല്ലാം ഈ രാജ്യത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന നിലയിലേക്ക് പോവുക. പക്ഷേ അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറയുകയും അത്ര പെട്ടെന്നൊന്നും ഈ രാജ്യത്തെ ഭരണഘടനയെ സബോട്ടേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഭരണഘടന എന്നത് ഈ രാജ്യത്തെ നിങ്ങൾ അറിയണം, എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് ലോകത്തുള്ള. ലോകത്തെ ഏറ്റവും എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ആ എഴുതപ്പെട്ട ഭരണഘടന എന്ന് പറയുമ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തതാണ്, ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല. ഏതാണ്ട് 2 വർഷത്തിലേറെ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഭരണഘടന ഉണ്ടായത്. ഇപ്പോൾ ഞങ്ങളുടെ നിയമസഭ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിബേറ്റ്സ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിലാണ് മലയാളത്തിലേക്ക്. അങ്ങനെ രൂപീകരിക്കപ്പെട്ടൊരു ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കം നടക്കുന്നു. ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. ആ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യക്കകത്ത് മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. ജനാധിപത്യം നിലനിൽക്കണം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ ഭരണഘടന. വളരെ കൃത്യമായി ഓരോ പൗരനും എന്തൊക്കെ അവകാശങ്ങൾ നൽകുന്നുണ്ട്. അതിൽ ഇന്ത്യൻ ഭരണഘടനക്കകത്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആർട്ടിക്കിൾ ഉണ്ട്. ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയാം. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21. അത് ഈ രാജ്യത്തെ പൗരന് നൽകുന്ന തുല്യത, ഇക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി, ഇതൊക്കെ ഈ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. അങ്ങനെ ഒരു ഭരണഘടന ഈ രാജ്യത്തെ ഏത് പൗരനും ഏത് മതവും വിശ്വസിക്കാൻ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 25, ശാസ്ത്രജ്ഞതയെ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 51, സയന്റിഫിക് ടെമ്പറിനെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ 51. ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന ഓരോ ആർട്ടിക്കിൾസും വളരെ കൃത്യമായ ഡിബേറ്റുകൾക്ക് രൂപപ്പെട്ടതാണ്. ആ ഭരണഘടന എങ്ങനെ അട്ടിമറിക്കാം എന്ന് ശ്രമം നടത്തിയപ്പം അതിനെ ഈ രാജ്യത്തെ ജനങ്ങൾ ഒരു പരിധിവരെ ചെറുത്തു എന്നുള്ളതാണ്. പൂർണ്ണമായും ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പരിധിവരെ അതിനെ ചെറുത്തു നിൽക്കാൻ നമുക്ക് സാധിച്ചു എന്ന അഭിമാനകരമായ കാര്യമാണ്. മറുഭാഗത്ത് നമ്മൾ കാണണം, ഈ രാജ്യത്ത് ഭരണഘടന ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് കമ്മിറ്റി ചെയർമാനായിരുന്നു അംബേദ്കർ. ആ അംബേദ്കറെ പോലും ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് രാജ്യം മാറുന്നു. BR അംബേദ്കർ. ആ BR അംബേദ്കറെ പോലെ ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനാ ശില്പി എന്ന് വിളിക്കുന്ന വ്യക്തിയെ അപമാനിക്കാൻ പോലും മടിയില്ല എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോകുന്നു രാജ്യം? ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ പരസ്യമായി അപമാനിക്കാൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്തവർക്ക് സാധിക്കുമ്പം എത്രമാത്രം അപകടകരമായ രീതിയിലേക്ക് രാജ്യം മാറുന്നുള്ളതാണ്. എന്തെങ്കിലും തരത്തിൽ അത്തരമൊരു പരാമർശം ഉത്തരവാദപ്പെട്ട സ്ഥാനത്ത് ഉണ്ടാവാൻ പാടുണ്ടോ? ഭരണഘടനയെ തൊട്ട് കളിക്കുമ്പം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ഇപ്പൊ ചിലർ ചോദിക്കുന്നത്, ഇയാളെത്തപ്പം ഇങ്ങനെ പറയുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഈ രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഉണ്ടാക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയെ പരസ്യമായി ആക്ഷേപിക്കുമ്പം അതിൽ അഭിപ്രായം പറയാതെ നിശബ്ദനായിരുന്നാൽ അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അട്ടിമറിക്കാനുള്ള നീക്കത്തിന് നിശബ്ദനായി പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ ഭരണഘടന ഉണ്ടാക്കിയ വ്യക്തിക്കെതിരെ അദ്ദേഹത്തെ അപമാനിക്കുന്ന പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ പരസ്യമായ അഭിപ്രായം പറയാൻ തയ്യാറാവുന്നത്.